തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടത്തിലാണ് വടക്കൻ ജില്ലകൾ. നാളെയാണ് വോട്ടെടുപ്പ്. കാസർഗോഡ് ജില്ലയിൽ കനത്ത പോളിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കാരണം പ്രചണ്ഡമായ പ്രവർത്തനങ്ങളാണ് നടന്നത്. കാസർഗോഡ് ജില്ലയിൽ കനത്ത ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് പുത്തിക ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 3 മുന്നണികളും കനത്ത മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും, ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിലൊക്കെ പ്രചണ്ഡമായ പ്രചാരണമാണ് നടത്തിയിരിക്കുന്നത്. നാളെയാണ് പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരും ചെല്ലുന്നത്. മികച്ച ഒരു മത്സരമുണ്ടാകുമെന്ന് തന്നെയാണ് ഇതേവരെയുള്ള ഒരു സൂചനകൾ. കുമ്പള പഞ്ചായത്തിൽ, വടക്കൻ ജില്ലകളിൽ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെട്ട കുമ്പള പഞ്ചായത്തിലും കനത്ത മത്സരമുണ്ട് ഇത്തവണ. എല്ലായിടത്തും വളരെ ശാന്തമായിരുന്നു പ്രചാരണ പ്രവർത്തനങ്ങൾ. അത് വോട്ടിങ്ങിന്റെ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് 11-ാം തീയതി രാവിലെ 7 മണി തൊട്ട് 6 മണി വരേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്, വളരെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്, പോളിംഗ് പാർട്ടീസ് എല്ലാം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ കമ്മീഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബാംഗ്ലൂർ ജില്ലാ പോലീസ് മേധാവി അവർ DYSP, 29 ഇൻസ്പെക്ടർ, 184 SI, 2100 SCPമാർ, CPമാർ, കൂടാതെ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് 467, 467 സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ബാംഗ്ലൂരിൽ നിന്നും RF കമ്പനി 97D ബാംഗ്ലൂരിൽ നിന്നും ഇന്നലെ വൈകിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിടാൻ ജില്ലയിൽ ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിൽ SHO ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടാതെ ലോ ആൻഡ് ഓർഡർ പാട്രോൾസും അതുപോലെ ഗ്രൂപ്പ് പാട്രോൾസ് രൂപീകരിച്ചിട്ടുണ്ട്. സതീഷ് കുമാർ TS ഓരോ പോലീസ് സ്റ്റേഷനിലും നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയതിനു ശേഷം മാത്രമേ പോളിംഗ് ടീം ഈ സെന്റർ
പോൾ മാനേജർ ആൻഡ് ഹെൽപ്പ് ഡെസ്കിൽ നിന്നുള്ള അറിയിപ്പാണ്, രേഖപ്പെടുത്തേണ്ടതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ട ചോദ്യത്തിനുള്ള ആൻസറാണ്. ഈ രണ്ട്